ഹായ്! വെൽക്കം ടു നമ്മുടെ ഈ ചാനൽ. അപ്പോൾ നമ്മുടെ അടുത്തതിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ദിവസം രാവിലെ തന്നെ നമ്മൾ ഒരു 7, 7:30 ആകുമ്പോഴേക്കും നമ്മൾ എറണാകുളം പോവാട്ടോ. എറണാകുളം എന്ന് ചോദിക്കുമ്പോൾ എങ്ങടാന്ന് അറിയണ്ട. നമുക്ക് ജീവിതത്തിൽ മനസ്സമാധാനം പറഞ്ഞ് ഉണ്ടാവാത്ത ഒരു ടീമാണ്. അതാണ് നമുക്ക് ഓരോ ദിവസം ഇങ്ങനെ. അപ്പോൾ നമ്മളൊക്കെ സമാധാനപരമായി ഇരിക്കുമ്പോഴായിരിക്കും നമുക്ക് എന്തെങ്കിലും ഇങ്ങനെ കാര്യങ്ങൾ വരും. അപ്പം നമ്മളിപ്പോൾ വന്നിരിക്കുന്ന സ്ഥലം കാണുമ്പോഴേക്കും ഏതൊരു മാളാണെന്നൊക്കെ. പക്ഷെ അല്ല കേട്ടോ. നമ്മൾ ആസ്റ്റർ ഹോസ്പിറ്റലിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഉണ്ടായിരുന്നു ഇതിന് നമ്മുടെ ഷോപ്പിൻ്റെ ഇടയിൽ എനിക്ക് വീണ്ടും ബ്രസ്റ്റിൻ്റെ സൈഡിലൊരു ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കീറണം എന്നൊക്കെയാണ് ഇപ്പം പറയണത്. അപ്പോൾ ചെറിയൊരു ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ്. പക്ഷേ എനിക്ക് ഓപ്പറേഷൻ ചെയ്യാനുള്ളൊരു ടൈം ആവാത്തതാണ് ഞാനിപ്പോൾ തന്നെ പറ്റി കുറച്ചുകൂടി കഴിഞ്ഞിട്ട് തീരുമാനിക്കാം എന്നുള്ള ഇതിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ വന്നു. ഞങ്ങൾ ഡോക്ടറെ കണ്ടു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്കിത് സ്കാൻ ചെയ്തതിന് ശേഷം പറയാമെന്ന്. അങ്ങനെ ഞങ്ങൾ രാവിലെ കഴിച്ചു വന്നതിന് ശേഷം ഡോക്ടറെ കണ്ട് സ്കാനിങ്ങിന് വന്നപ്പോൾ പറഞ്ഞു 3 മണിക്കൂറാവും സ്കാനിങ്ങിന് എന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ 3 മണിക്കൂർ സ്കാനിങ്ങിനാവുന്ന് പറഞ്ഞപ്പോ ഞാൻ ഉണ്ണുൾക്ക് വല്ല ചായ എന്തേലും മേടിച്ചു ഭക്ഷണം കഴിക്കണ നേരായിട്ടില്ല. ഒരു 11:30 നേരായിട്ടുള്ളൂ. ആ നേരത്ത് അവിടെ ഫുഡാവില്ല ഉച്ചത്തെ. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു ഉണ്ണിയോളെ കൊണ്ടോയിട്ട് ഞാനും 2 ഓരോ ചായ കുടിച്ചു. അവർക്ക് ഉരുളക്കിഴങ്ങ് വറുത്തതില്ലേ എന്താണ് ഫ്രഞ്ച് ഫ്രൈസ് അതും നെഗേഴ്സ് മേടിച്ചു കൊടുത്തു വിട്ടു. അപ്പൊ അവര് രണ്ടാളും കഴിക്കുന്നതിന്റെ ഇടയിൽ ഒരെണ്ണക്ക ഉരുളക്കിഴങ്ങ് ഞങ്ങളും എടുത്ത് കഴിക്കും. ഞങ്ങൾക്കായിട്ട് ഞങ്ങൾ പ്രത്യേകിച്ച് ഒന്നും മേടിക്കാറില്ല. നാളെ ഇപ്പളാണ് ഹോട്ടലിൽ കയറുമ്പോൾ എനിക്കായിട്ട് സ്വന്തമായിട്ട് ഞാൻ ഫുഡൊക്കെ മേടിച്ച് കഴിക്കാൻ തുടങ്ങിയത് ട്ടോ. വേറൊന്നുമില്ല എനിക്ക് ഒരാരും ബാക്കി അത്ര മതി. ഇപ്പൊ ഉണ്ണുൾക്ക് കുഞ്ഞിൻ്റെ നല്ലേ കുഞ്ഞ് കല്യാണം കഴിക്കണേക്കാൾ ഒരു 2 വർഷം മുന്നെയാണ് കുഞ്ഞ് ഒറ്റയ്ക്ക് ഫുഡ് കഴിച്ചു തുടങ്ങിയത്. കുഞ്ഞിനൊന്നും അങ്ങനെ ഫുഡ് കഴിക്കില്ല. പക്ഷെ ഇവർക്ക് ഒറ്റയ്ക്ക് വേണം കേട്ടോ. അപ്പോൾ അവർക്കങ്ങനെ ഇത് മേടിച്ചു കൊടുത്തതിൻ്റെ ഇടയിൽ ഞങ്ങളും കൂടി കഴിച്ചു. അങ്ങനെ വന്ന് ഞങ്ങൾ ഈ സ്കാനിങ്ങിൻ്റെ അവിടെ ഇരുന്നിട്ടുണ്ടല്ലോ 3 മണിക്കൂർ 3:30 മണിക്കൂർ കഴിഞ്ഞ് ചെന്നപ്പോൾ പറഞ്ഞു ഒരു 5, 6 ആൾക്കാരെന്ന് പറഞ്ഞു വീണ്ടും അങ്ങനെ ഞാൻ 6 മണി സ്കാനിങ്ങൊക്കെ കഴിഞ്ഞ് അതുവരെ എൻ്റെ മക്കൾ പാവം തോന്നിയിട്ട് അവറ്റങ്ങൾ അവിടെ ഇരുന്ന് അങ്ങനെ അവറ്റങ്ങൾ അവിടെ കിടന്ന് ഉറങ്ങി. എനിക്ക് വിഷമം തോന്നി ഉച്ചത്തെ ഫുഡോ കാര്യങ്ങളോ ഒന്നും കഴിച്ചിട്ടില്ല. ഉച്ചത്തെ ഫുഡ് ഞങ്ങൾ മേടിച്ചു കൊടുത്തത് 7 മണിക്കാട്ടോ. അങ്ങനെ അവരുറങ്ങിയപ്പോൾ പിന്നെ നമ്മള് ഇവരെ ഏൽപ്പിച്ച് ഫുഡ് കഴിക്കാൻ പോണ നേരം കൊണ്ട് ഡോക്ടറെ വിളിച്ച് കഴിഞ്ഞാൽ സ്കാനർ വിളിച്ച് കഴിഞ്ഞാൽ നമ്മളില്ലെങ്കിൽ പ്രശ്നമാവില്ല. അങ്ങനെ ഇരുന്ന് ഈ 6 മണിയായി. 7 മണിക്കാണ് അവറ്റങ്ങൾക്ക് ഫുഡ് മേടിച്ചു കൊടുത്തത് ട്ടോ. അങ്ങനെ നമ്മൾ രാത്രി എല്ലാം കാര്യങ്ങളും അറിഞ്ഞ് എന്ത് ചെയ്യും എന്നറിയാണ്ട് വീട്ടിൽ വന്നിരുന്നതിന് ശേഷം നമ്മൾ രാവിലെ ഉറങ്ങി എണീച്ച് നമ്മുടെ ഡ്യൂട്ടികൾ വീണ്ടും തുടങ്ങില്ലേ. നമ്മൾക്ക് എന്ത് വയ്യായ്ക വന്നാലും എന്ത് വന്നാലും ആരെങ്കിലും ഉണ്ടോ, അവരുണ്ടോ, ഇവരുണ്ടോ അതൊന്നും നമുക്ക് ബാധകമല്ല. നമ്മൾ ഈ യന്ത്ര മനുഷ്യന്മാരെന്ത് രാവിലെ എണീച്ച് നമ്മൾ വീണ്ടും തുടങ്ങി. നമ്മളൊരു ചാവി കൊടുക്കണ ഒരു മെഷീനാ. അത് കീ കൊടുത്ത് കഴിഞ്ഞാൽ അതങ്ങട്ട് ചലിച്ചോളും. അതുപോലത്തെ ഒരവസ്ഥ. ചില സമയത്തൊക്കെ ഇങ്ങനെ സങ്കടം വരും. എന്ന് വെച്ചാൽ തീരെ വയ്യെങ്കിൽ പോലും ഒരു നേരം നമുക്ക് ഇരിക്കാനോ ഒന്നിനും പറ്റില്ല കേട്ടോ. അങ്ങനൊരു അവസ്ഥയിലൂടെയാണ് എൻ്റെ ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് കുറേ വർഷങ്ങളായിട്ട്. അങ്ങനെ ദേ കുഞ്ഞിനാണെങ്കിൽ ആ വായിക്കാൻ ഒന്നും രുചിയില്ലാത്തത് ഞാൻ വെച്ച് കുറച്ച് 2 മാങ്ങ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതെടുത്ത് അച്ചാറിട്ടു ട്ടോ. രാവിലെ തന്നെ മോര് കറി വെക്കാൻ ഒരു വെള്ളരിക്ക നന്നാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ അച്ചാർ പെട്ടെന്ന് ചടപടാന്നുള്ള അച്ചാറാണ് കേട്ടോ. നമ്മൾ കുറേ നേരമൊന്നും നമുക്കിതൊന്നും ചെയ്യാൻ കഴിയില്ല. ചുണ്ടോടെ സ്കൂളിൽ പറഞ്ഞേക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങനെ ഈ മോര് കറി വെക്കാനുള്ള വെള്ളരിക്ക വേവിച്ച് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ അറിയാലോ നമ്മുടെ ഗ്യാസ് അടുപ്പ് കേടാണ്. ചെറിയ തീയിലാണ് ഈ കത്തുന്നത്. അവിടെ മണിക്കൂർ കണക്ക് നിന്നിട്ട് വേണം എന്തെങ്കിലും ഒരു ഫുഡ് ആയി കിട്ടണമെങ്കിൽ. നമുക്കത് ശരിയാക്കാൻ കൊണ്ട് കൊടുക്കാനും നേരം കിട്ടിയിട്ടില്ല. അങ്ങനെ നമ്മൾ അച്ചാറിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഒഴിച്ചു ട്ടോ. പിന്നെ ഒരുപാട് വെളിച്ചെണ്ണ കാരണമൊന്നും അച്ചാറിൽ യൂസ് ചെയ്യാറില്ല. എനിക്കിഷ്ടല്ല ഈ അച്ചാറിൽ ഇങ്ങനെ എണ്ണ തെളിഞ്ഞിക്കുന്നത് എനിക്കിഷ്ടല്ല. അതൊക്കെ കഴിഞ്ഞ് ദേ നമ്മൾ ഉപ്പേരി ഉണ്ടാക്കുകയാണ് ട്ടോ. സത്യം പറഞ്ഞാൽ ഇന്നത്തെ വെള്ളിയാഴ്ചത്തെ വീഡിയോ എനിക്ക് തോന്നുന്നു. വ്യാഴാഴ്ചയാണ് സ്കാനിങ്ങിന് പോയത്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോ എടുക്കാനോ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്യാനോ എനിക്കിപ്പം തീരെ 2 ദിവസമായിട്ട് മൈഗ്രൈൻ്റെ ഗുളിക കഴിച്ചിട്ടാണ് ഞാൻ നടക്കുന്നത്. തീരെ വയ്യ. ഇന്നല്ലേ എന്തോ എന്നും എന്തെങ്കിലുമൊക്കെ അസുഖം. ഇപ്പം ഇന്നലെ ഇന്നൊക്കെ ആണെങ്കിൽ തീരെ വയ്യച്ചാ മൂക്കൊക്കെ നീര് വന്ന് എന്തൊരു എന്നെ കാണുമ്പോൾ തന്നെ ചോദിച്ചു തുടങ്ങി എന്ത് ചേച്ചിക്ക് വയ്യ എന്തോ പറ്റി എന്നിങ്ങട്ട് ചോദിച്ചു തുടങ്ങി. അതേ ഒരു അവസ്ഥയിലാണ്. അങ്ങനെ അച്ചു പച്ചപ്പയറ് ഉണക്കപ്പയറൊക്കെ അച്ചു കഴിക്കൂട്ടോ. നമ്മളീ പറഞ്ഞ കുഞ്ഞിന് പറ്റുന്നത് അച്ഛന് പറ്റുന്നതൊക്കെ അല്ല പിള്ളേർക്ക് പറ്റുന്നതൊക്കെ സെപ്പറേറ്റ് ആണ്. അപ്പോൾ പയറാകുമ്പോൾ പിന്നെ എല്ലാവരും കഴിക്കും. ഇങ്ങനെ ഞാൻ പയറ് ഉപ്പേരി വെച്ചു. പിന്നെ ദേ മോര് കറി വെച്ചുട്ടോ. അപ്പോൾ മോര് കറി ആയി കണ്ട ഇങ്ങനെ കാണുമ്പോൾ സ്പീഡാ. പക്ഷെ എത്ര നേരം നിന്നിട്ടാന്നറിയോ ഓരോന്നും ഉണ്ടാക്കി എടുക്കണത്. എനിക്കാണെങ്കിൽ ഈ കഫക്കെട്ട് വന്നതിന് ശേഷം വായിക്കൊരു രുചിയോ കാര്യങ്ങളോ ഒന്നും അറിയണില്ല.
തോന്നുന്നു ഒരു മാസാവാറായിണ്ട് കഫക്കെട്ട് ഇങ്ങനെ പിടിച്ചിട്ട് മാറാണ്ട് പിടിച്ചിട്ട്. പിന്നെ നമ്മളത് ശ്രദ്ധിക്കാന്ന് പിന്നെ നമുക്ക് എണീച്ച് പറ്റാതെ നമ്മളത് ശ്രദ്ധിക്കണൊന്നുമില്ല. നമ്മൾക്ക് ശ്രദ്ധിക്കാൻ നേരമില്ല. അതാണ് സത്യം. ഒരു വശം വീണ് പോയാൽ പോലും അത് നമ്മൾ അറിയില്ല. ആ ഒരു അവസ്ഥയിലൂടെയാണ് നമ്മുടെ ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളറിയാം നമുക്ക് ചുറ്റും ആരൊക്കെ ഉണ്ടെങ്കിലും ചില സമയങ്ങളല്ല എന്റെയും എൻ്റെ ഏട്ടൻ്റെ കാര്യത്തിൽ ഞങ്ങൾ രണ്ടാളെയും മാത്രം ഉണ്ടാവട്ടോ. ആരൊക്കെ ഉണ്ടായിട്ടും കാര്യമില്ല. ഞങ്ങൾ രണ്ടാൾക്കും ഒരു എന്താ പറയാ ഞങ്ങൾ രണ്ടാളും മാത്രം. ഇങ്ങനെ രാവിലെ എണീക്കുക, ഇങ്ങനെ മെഷീനിനകത്ത് പണിയെടുക്കുക, രാത്രി ഷോപ്പിൽ വരിക, അത് കഴിഞ്ഞ് രാത്രി പോവുക, പണിയെടുക്കുക. 12 മണിയാവും റൂമിലൊന്ന് കിടക്കാൻ കയറണമെങ്കിൽ. 5:30 മണിയാകുമ്പോഴേക്കും അലാറം അടിച്ചു തുടങ്ങും. ഇതാണ് ഇപ്പോഴത്തെ ജീവിതം. അങ്ങനെ ഞാൻ കുറച്ച് പപ്പടമൊക്കെ പൊട്ടിച്ച് കാച്ചി വെക്കുന്നുണ്ട്, ഡപ്പയിലാക്കി വെക്കുന്നുണ്ട്. വെച്ചാൽ കുഞ്ഞിന് തീരെ വയ്യ. കുഞ്ഞിന് വയ്യയില്ലെങ്കിൽ ആ സമയത്ത് കാച്ചി കഴിച്ചാൽ മതി. പക്ഷെ അതിന് വയ്യ. അപ്പം ഞാൻ അതൊക്കെ കാച്ചി വെച്ചു. പിന്നെ ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ സ്നാക്സിന് ബ്രെഡ് ഓംലേറ്റ് ആണ് കേട്ടോ. അപ്പോൾ ബ്രെഡ് ഇങ്ങനെ അരിഞ്ഞ് ഓംലേറ്റ് ഇങ്ങനെ മുട്ട രണ്ടെണ്ണം എടുത്തിട്ട് ഇങ്ങനെ സൈഡിലൂടെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാലേ കറക്റ്റ് ഷേപ്പിൽ കിട്ടും കേട്ടോ. അത് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി മുട്ട ഓംലേറ്റിൻ്റെ ഇത് വെന്തില്ലെങ്കിൽ ഉള്ളിലേക്ക് ഇഷ്ടമില്ല. കുറച്ച് സബോളയും 3-4 തക്കാളി പീസും പച്ചമുളകും കാര്യങ്ങളൊക്കെ ഇട്ട് നമ്മൾ ഓംലെറ്റ് സെറ്റ്. എൻ്റെ ഇടയിൽ ഞാൻ പിസ്സ സോസ് ഇല്ലേ, അത് ഞാൻ ഉണ്ടാക്കിയതാട്ടോ, വേറെ ഒന്നുമില്ല. കുത്തിയമുളകും സോസും പിന്നെ നമ്മുടെ ഇതില്ലേ ഒർഗാനോ അതൊക്കെ ഇട്ട് സെറ്റ് ചെയ്താട്ടോ. അങ്ങനെ നമ്മുടെ രാവിലെ നമ്മുടെ കുളിക്കുമ്പോളേന് സോറി രാവിലെ അല്ല പിന്നെ ഒന്ന് അതെ ഇപ്പം രാത്രി 12 മണി നേരത്താണ് കേട്ടോ. അത് എനിക്കൊന്ന് വ്യാഴാഴ്ചത്തെ വീഡിയോ ആ ഫുഡൊക്കെ ഉണ്ടാക്കിയത്. പിന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ വ്യാഴാഴ്ച അല്ല വെള്ളിയാഴ്ച രാവിലത്തെ വീഡിയോ ആണ് കണ്ടത്. ഇത് വെള്ളിയാഴ്ച രാത്രി 12 മണി, അതായത് ശനിയാഴ്ച 11 മണി 12 മണി നേരത്തെ കുണിക്കുമ്പോഴോട് ബർത്ത്ഡേ പറയാൻ വേണ്ടി വിളിക്കുന്നതാണ് കേട്ടോ കാണുന്നത്. 12 മണി നേരത്തെ കുണിക്കുമ്പോൾ കിടന്ന് ഉറങ്ങണമെങ്കിൽ പിന്നെ കുണിക്കുമ്പോഴോട് ഹാപ്പി ബർത്ത്ഡേ പറയാൻ വേണ്ടി വിളിച്ച് ഓർപ്പിക്കുന്നതാണ് കാണുന്നത്. പക്ഷെ ഉറക്കത്തിലായാലും അമ്മച്ചി ഉമ്മ തരാൻ പറയുമ്പോൾ ഉമ്മ തരുന്നുണ്ട്. എന്താ പറയാ നമ്മളുള്ള കാലം വരെ നമ്മൾ അവരെ പിറന്നാളൊക്കെ ആഘോഷിച്ച് ഹാപ്പി ആയിട്ടിരിക്കുക അല്ലേ. എന്തൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ നമ്മുടെ മക്കൾക്ക് ചെയ്തു കൊടുക്കണത് അവർക്ക് അതിൻ്റെ വാല്യൂ അറിയുന്നതും നമുക്കൊക്കെ അറിയാമായിരുന്നു. നമ്മുടെ കുട്ടിക്കാലത്തൊന്നും ഇങ്ങനെ ചെയ്തു തരാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഈ ഞാനൊരു സർപ്രൈസ് കൊടുക്കാൻ പിറ്റേ ദിവസം രാവിലെ രാവിലെ എണീച്ചിട്ട് ഞാൻ കൊണ്ടുപോയി ഞാൻ പറഞ്ഞ സംഗീത പ്രസവിച്ച് പെൺകുട്ടിയാന്നുള്ളതാണ്. എൻ്റെ തണ്ടനിപ്പം പൊട്ടേ പോത്തുകുട്ടീനെ എടുത്തിട്ട് വരുന്നു. അപ്പം അതൊക്കെയെന്ന് പറഞ്ഞാൽ ലൈഫിൽ അവരുടെ സന്തോഷം. അവളുടെ പിറന്നാളിന് ഞാൻ പറഞ്ഞു ഉണ്ണീനെ അമ്മയ്ക്ക് ഇങ്ങനെയാണ് കൊടുന്ന് തന്നേന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പുതപ്പിലിങ്ങനെ ഇതാക്കിയതാണ് കേട്ടോ. കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ ചിലപ്പോൾ അവർ വലുതാകുമ്പോൾ അവരെ പിറന്നാൾ ചിലപ്പോൾ ഞാൻ അറിയുണ്ടാവില്ല. ഞാൻ ആ പിറന്നാൾ അറിഞ്ഞാൽ പോലും ആ നടത്തണോട് ചിലപ്പോൾ ഞാൻ ഉണ്ടാവില്ല. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ലോകത്ത് പോകുക. പക്ഷെ ഉള്ള കാലം ഞാൻ പിറന്നാൾ നടത്തുന്ന കാലം അത് ഇതുപോലെയൊക്കെ അവർക്ക് കൊടുക്കാൻ വേണ്ടി ചെറിയ ചെറിയ സന്തോഷങ്ങളും കാര്യങ്ങളും ഒക്കെ കൊടുത്ത് ഇതാക്കാൻ കേട്ടോ. അമ്മയുടെ കുംഭമായിരുന്നു കണ്ടിട്ട് അച്ഛൻ്റെ വയറ്റിൽ ഉണ്ണീൻ്റെ അമ്മയുടെ വയറ്റിൽ ഉണ്ണീൻ്റെ കൊണ്ട് വയറ് കുംഭയിക്കണതാണ് കാണട്ടോ ആശാത്തി. അങ്ങനെ അച്ഛൻ്റെ പച്ചവെള്ളം എനിക്ക് മുഖത്ത് വെള്ളമാവുന്നത് ഇഷ്ടമില്ലെന്ന് അറിയാം. അപ്പം ആ വെള്ളം എടുത്തിട്ട് എൻ്റെ മുഖത്ത് തേയ്യുമ്പോൾ വേറെ ഒന്നും അല്ലാട്ട് ചെയ്യുന്നത്. അപ്പോൾ കുട്ടി ഇന്ന് ഭയങ്കര ഹാപ്പി ആയിട്ടോ, ഭയങ്കര ഹാപ്പി വെച്ചാൽ അവളുടെ പിറന്നാളാണ്. അവൾക്ക് അങ്ങനത്തെ കാര്യമൊക്കെ ഭയങ്കര ഇഷ്ടം. അവളെ കൊഞ്ചിക്കുക എല്ലാം കുട്ടികൾക്ക് ഇഷ്ടമായിരിക്കും. പക്ഷെ ഇവൾക്കൊരു പ്രത്യേകത, ഭയങ്കര പ്രത്യേകത, എല്ലാവരുടെയും എല്ലാവരും ഒരാളെ പോലും വെറുപ്പിക്കില്ല. എനിക്ക് തോന്നുന്നു അപൂർവം 1-2 പീസ് ഉണ്ടാവുള്ളൂ ഇതുപോലെ ഒരു പ്രത്യേക ഒരു രീതിയാണ് കേട്ടോ കുളിക്കുമ്പോൾ. ഇത് കുട്ടിക്ക് ബർത്ത്ഡേക്ക് അച്ഛൻ തുറന്നെടുപ്പാണ്. അച്ചടിച്ചിരിക്കുന്നുണ്ട്. അച്ഛന് ഇട്ട് കണ്ടപ്പോ ഇഷ്ടായി. ഇങ്ങനെ ഇട്ട് നോക്കാനൊന്നും പറ്റിയില്ല നമുക്ക് കേട്ടാ. അച്ഛൻ സെലക്ട് ചെയ്ത ഡ്രസ്സാണ്. പിന്നെ ഇന്റെ ഭംഗി കിട്ടിയ കാരണം പിന്നെ ഓക്കടമത്തെ അടിപൊളിയല്ലേ? ഇല്ല നല്ല രസല്ലേ അല്ലേ? സത്യം പറഞ്ഞാൽ ഇതിന്റെ ഒരു കാര്യത്തിന് പോയി കഴിഞ്ഞാൽ ഒരു സാധനം കിട്ടില്ല. എന്താ വെച്ചാൽ ഇന്നലെ കട അടച്ച് 7 മണി ആയിട്ടില്ല. കട അടച്ച് ഇവിടുന്ന് ഡ്രസ്സ് മാറി പോകുമ്പോഴേക്കും ഞങ്ങൾ ഷോപ്പിലെത്തുമ്പോഴേക്കും ഷോപ്പ് അടച്ചിട്ട് നമ്മൾ പറയാം നമ്മൾ ഹൈലൈറ്റ് മാളിലേക്ക് ഞങ്ങൾ ഡ്രസ്സ് എടുക്കുമ്പോൾ വേറെ ഒന്നും അല്ല കേട്ടോ. നമ്മുടെ അവിടെ വന്നത് ഈ റെഡിമെയ്ഡ് ഡ്രസ്സ് നല്ലത് കിട്ടാല്. അപ്പം നല്ലത് പറയുമ്പോൾ ഞങ്ങൾ 10,000 കണക്കിനൊന്നും മേടിക്കില്ല. 350 രൂപ, 550 രൂപ, 550 രൂപ, ഇതാണ് ഞങ്ങളുടെ റേഞ്ചിൽ തന്നെ.
അപ്പോൾ ഒരു 10,500 ഉണ്ടെങ്കിൽ 3 ജോഡി ഡ്രസ്സാണ്, 3 4 ജോഡി ഡ്രസ്സ് കുണിക്കാലും കുണുക്കണ അതെ ബനിയനൊക്കെ 150 രൂപേൻ്റെയൊക്കെ എടുക്കാം. അപ്പോൾ കിട്ടും. പക്ഷെ നമ്മുടെ അവിടെ അത് കിട്ടാനില്ല. അപ്പോൾ ഞാൻ ഹൈലൈറ്റ് പണിക്ക് പോയിട്ടാണ് എത്തുമ്പോൾ ഷോപ്പൊക്കെ അടച്ചിടങ്ങി ഒരു വിധത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കയ്യിൽ കിട്ടിയത് ഇവരൊരു ഷോപ്പിൽ കുഞ്ഞൻ കളിപ്പാട്ടം വേണ്ട ടോയ്സ് വേണ്ട എന്താ വേണ്ട. അപ്പം ഞാൻ ടോയ്സ് ഒന്നും വേണ്ട കുഞ്ഞ ഇവർക്ക് കുണുക്കനും മോട്ടോഗ്രാഫിടാ കുണിക്കനെ ഡ്രസ്സ് ഇങ്ങനെ എടുക്കുമ്പോഴേക്കും പെട്ടെന്ന് ചെറുതാവും. വേറെ ഒന്നുമില്ല, അവർ വലുതാവുന്നതുകൊണ്ടാണ് ചെറുതാവുന്നത്. ഒരു കളിപ്പാട്ടം ഇരിക്കണെങ്കിൽ ഇതിന് വലിയൊരു കളിപ്പാട്ടം കിട്ടാല്ലേ ലൈഫിൽ അല്ലേ. കാര്യം കുണിക്ക് ഒരു കളിപ്പാട്ടത്തിനോട് കളിക്കാത്ത ആളാണ്. പക്ഷെ ആ കളിപ്പാട്ടത്തിനൊപ്പം കുട്ടി കളിക്കൂട്ടില്ലേ. ഒരു പാവന തന്നില്ല അത്ര, എവിടെ ഒരു പാവന കണ്ടു, ആ പാവന തന്നില്ല വെട്ടിച്ചു. അപ്പോൾ ഞാൻ കുഞ്ഞിനോട് പറഞ്ഞു ഡ്രസ്സ് മതി, കളിപ്പാട്ടോ ടോയ്സ് ഒന്നും വേണ്ട. കുണിക്ക് അധികം വിലയിടൊന്നും വേണ്ട, 300 നീ മേടിക്കണ്ടാന്ന് മേടിക്കണ്ട. അച്ഛനും എന്തായാലും അവർക്ക് മേടിച്ചോണ്ട് മേടിക്കുന്നത് കൊണ്ട് കുട്ടിക്ക് മേടിച്ചു കൊടുക്കാൻ ജയിക്കുന്നുണ്ട്. അപ്പം ഞാൻ അങ്ങനെ മേടിക്കണേ ഒരു 10-300 രൂപയുടെ നല്ലൊരു ഉടുപ്പ് അത് മതി. നമുക്ക് അതുണ്ടെങ്കിൽ ഈ ഡ്രസ് ഇട്ടിട്ട് ഉള്ളതോട്ട് ചുരുക്കാണ്ട് നമ്മൾ കഴിക്കും. നമ്മൾ ചുരുക്കാൻ നിന്നാ പിന്നെ നമുക്ക് ഒന്നും ഉണ്ടാവില്ല. നമ്മുടെ ലൈഫില് ഉള്ള ഡ്രസ് വില കുറഞ്ഞാലും നമ്മൾ ചുരുക്കാണ്ട് ഉള്ളതുകൊണ്ട് ഞാനിപ്പോ എന്റെ 4 മക്കളുടെ ബർത്ത്ഡേക്ക് ഞാൻ നേരെ മുടക്കാണ്ട് ഡ്രസ്സ്. ഇപ്രാവശ്യമാണ് പൊന്നുവിന്റെ പിറന്നാള് ഞാൻ ഡ്രസ്സ് എടുത്ത് കൊടുക്കാത്തത്. ബാക്കി എല്ലാം കൊല്ലം എന്നോട് പറ്റുന്ന ചെറുതാണെങ്കിൽ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. ആരുമില്ല ഏത് ഫോണോട്ടമ്മ ഹലോ ഹലോ ഫോൺ എടുത്ത് കഴിഞ്ഞാൽ മിണ്ടാണ്ട്. അതാണ് സത്യം ഏറ്റവും വലിയൊരു വിഷമമായത്. നമ്മളെ നമ്പർ പുറത്തേക്ക് ഇപ്പോൾ ബിസിനസ് നമ്പറാണ് പോയപ്പോൾ ഫോൺ അടിക്കും, എടുത്ത് കഴിഞ്ഞാൽ മിണ്ടില്ല ആരാണെങ്കിലും. നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടത്. ബുദ്ധിമുട്ടായിച്ചാ നമ്മളിപ്പോ എന്തെങ്കിലും ചെയ്യുന്ന സമയത്താവും ഫോണിൽ അടിക്കണ്ടാവും. അപ്പൊ അത് എടുക്കാതെ നിൽക്കുമ്പോഴാവും അപ്പൊ അങ്ങനെ എന്താ പറയാൻ വന്നത്. അപ്പൊ ഉടുപ്പെടുക്കാതാണ്. അപ്പം ഞങ്ങൾ പറഞ്ഞു ഉള്ളതുകൊണ്ട് വേണം. അമ്മോൻ്റെ അച്ഛനോട് കൂട്ടിയ വരുന്ന പോലെ ഒരു കുഞ്ഞ് പിറന്നാൾ ആഘോഷം. അപ്പം അന്ന് നമ്മുടെ ഷോപ്പിൻ്റെ ഓപ്പണിങ്ങിൻ്റെ ഇടകൂടെ ഒരാണ് ഇടകൂടെ പോകുന്നത്. ഷോപ്പിൻ്റെ ഓപ്പണിങ്ങിന് ചെറിയ കേക്ക് മുറിച്ച് അന്നത്തെ ദിവസം ഉള്ള ബർത്ത്ഡേയുടെ ഡേറ്റ് ആയിരുന്നു. അന്നത്തെ ദിവസത്തേക്ക് ഷോപ്പ് ഓപ്പൺ ചെയ്യുന്നൊരു ആഗ്രഹമായിരുന്നു. അന്ന് തുറന്നു. അപ്പോൾ ചെറിയ കേക്ക് മുറിച്ച് വേറെ ഒന്നും ഉണ്ടായില്ല കേട്ടോ. പ്രത്യേകിച്ച് നമുക്ക് ഡ്രസ്സ് വെച്ചെടുക്കാൻ ഒന്നിനും പറ്റിയിട്ട് ബർത്ത്ഡേ ആയിട്ട്. പിന്നെ ചോദിച്ചു ഇന്ന് നാളാണ് കേട്ടോ കുണിക്കുമ്പോളിലെ നാളിൻ്റെ അന്ന് ഞങ്ങൾ ബർത്ത്ഡേക്ക് ആഘോഷിക്കാൻ വെച്ചു. വേറെ ഒന്നുമില്ല, ഒരു 1/2 കിലോൻ്റെ കേക്ക് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഞാൻ എൻ്റെ ഷോപ്പിൻ്റെ താഴത്തൊരു ബേക്കറി നടത്തുന്നുണ്ട് കേട്ടോ ഒരു കുട്ടി. അപ്പോൾ അടിപൊളി കേക്കാണ്, സൂപ്പർ കേക്ക്, ഹോം മെയ്ഡാണ്. ചോക്ലേറ്റ് കേക്ക്. ഞാൻ സത്യം പറഞ്ഞാൽ 2-3 സ്ഥലത്തെ കേക്ക് ഇങ്ങനെ കഴിക്കണം. ഞാൻ ഒന്നാമത്തത് ഇവിടെ ഞാനും പൊന്നും ഉണ്ടാക്കുന്ന കേക്ക് ഇഷ്ടമാണ്. പിന്നെ നെക്സ്റ്റ് ഒന്ന് കഴിക്കണ കേക്ക് ഇഷ്ടം. അതേപോലെ നമ്മൾ ഗുരുവായൂർ ചെയ്യുന്ന പൊന്നൂര് ഒരു കുട്ടി കേക്ക് ഉണ്ടായിരുന്നു, അതും നല്ല കേക്കാണ്. പിന്നെ ഈ ഒരു കുട്ടിയുടെ കേക്കും നല്ലത്. അങ്ങനെ 3-4 സ്ഥലത്തെ കേക്ക് എനിക്ക് ഇഷ്ടമായിട്ടോ. മൂപ്പര് നമ്പർ വേണം, ഞാൻ മൂപ്പരുടെ ഡീറ്റെയിൽ വേണമെങ്കിൽ ഞാൻ കൊടുക്കാൻ വീഡിയോയിൽ ആവശ്യമുള്ളവർ വിളിക്കുക. വീട്ടിലുണ്ടാക്കുന്ന കേക്കല്ലേ, ഞങ്ങളുടെ ഷോപ്പിൻ്റെ താഴെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്. പ്രൊമോഷനൊന്നും അല്ല കേട്ടോ, നല്ല കേക്കിന് നല്ല കേക്ക് എന്ന് പറയല്ലോ നമുക്ക്. പിന്നെ ഇവിടെ എവിടെ നിന്ന് മേടിച്ച് കേക്ക് എനിക്ക് ഇഷ്ടമായിട്ടാണ് കേട്ടോ. ചിലയിടത്ത് കേക്ക് മേടിക്കുമ്പോൾ ഭയങ്കര മുട്ട സ്മെല്ലും കാര്യങ്ങളൊക്കെ, ഭയങ്കര മധുരത്തിൻ്റെ പഞ്ചസാര അതൊന്നുമില്ല. ഞങ്ങൾ ഉണ്ടാക്കുമ്പോൾ നല്ല ഫ്രഷ് ക്രീം ആ ഒരു ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടില്ല. അല്ലെങ്കിൽ ഞാൻ തിന്നാറില്ല, ഞാനല്ല ഞങ്ങൾ ആരും അങ്ങനെ കേക്ക് തിന്നാത്തവരാണ്. പിന്നെ ഒരു 1/2 കിലോ കേക്ക് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കുണിക്ക് തിങ്കളാഴ്ചയാണ് ഇന്ന് കുട്ടിയുടെ ബർത്ത്ഡേ വന്ന ദിവസം കുട്ടിക്ക് സ്കൂളിൽ പോകാൻ പറ്റിയില്ല. അതാണ് കുട്ടിയുടെ ഏറ്റവും വലിയ വിഷമം. കുട്ടിക്ക് അതാ സ്കൂളിൽ ഫ്രണ്ട്സുകളെടുത്ത്. അപ്പോൾ ഞാൻ ചോദിച്ചു തിങ്കളാഴ്ച നല്ല ഡ്രസ്സൊക്കെ ഇട്ട് സുന്ദരി കുട്ടിയായിട്ട് കേക്ക് പറഞ്ഞിരുന്നു. അപ്പോൾ സ്കൂളിൽ കൊണ്ടിട്ട് കുട്ടി കേക്ക് മുറിക്കുക. അപ്പോൾ അവിടുത്തെ കേക്ക് ഞങ്ങൾ കുറച്ച് വലിയ കേക്ക് പറഞ്ഞു. ഞങ്ങൾക്ക് കുഞ്ഞവരെ 1/2 കിലോ കേക്ക് നമുക്ക് അത് മതിയല്ലേ, നമ്മളല്ലേ ഉള്ളൂ, നമ്മൾ കുഞ്ഞ ഫാമിലി അല്ലേ, സ്മോൾ ഫാമിലി അല്ലേ. അപ്പം ഞങ്ങളങ്ങനെ ചെറിയ പിറന്നാളൊക്കെ ഞങ്ങൾ ആഘോഷിക്കും അല്ലേ. ഒന്നും ഇങ്ങോട്ട് പോകാനൊന്നും പറ്റിയില്ല. എന്നാലും ഇവർക്ക് വേണ്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എടുത്ത് ഉച്ചത്തൂണ് എവിടെയെങ്കിലും മേടിച്ചു കൊടുക്കണം. ഉണ്ടാക്കാൻ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ കാര്യങ്ങളൊന്നും നടക്കില്ല.
ഇരട്ടി കാശ് ചെലവും. എന്നാലും ഒരു കാര്യത്തിൽ എനിക്ക് 1-2 ആൾക്കാർക്കാണ് പിറന്നാളിന് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാത്തതിൻ്റെ വിഷമം വരിക. എന്താ വെച്ചാൽ പൊന്നൂന് അങ്ങനെ ആ സദ്യ കൂടെ പണ്ട് ഇഷ്ടമാണ്, പണ്ട് ഇഷ്ടമാണ്, ചിലപ്പോൾ വിഷമം. കുഞ്ഞിനും കുണിക്കുകയാണ് സദ്യ, വീട്ടിലെ സദ്യ, അമ്മ ഉണ്ടാക്കുന്ന സദ്യ കുണിക്ക്, കുഞ്ഞിനും കുണുക്കിനും ഇഷ്ടമല്ലേ? ഇവർക്ക് അമ്മ ഉണ്ടാക്കുന്ന സദ്യ ഇഷ്ടമല്ലേ? ഹോട്ടലത്തെ സദ്യ ആരുണ്ടാക്കുന്നത്? അമ്മ ഉണ്ടാക്കിയതാട്ടോ, തിങ്കളാഴ്ച ഉണ്ടാക്കിയതാട്ടോ. ഓക്കെ, നമ്മുടെ ഗ്യാസ് അടുപ്പ് ശരിയാണ്, അടുപ്പ് ശരിക്കും കത്തണില്ല. അതാണ് അടുപ്പ് കത്തണില്ല ശരിക്കും, അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം. അവരോട് ചോദിക്കണം. അല്ലെങ്കിൽ ചോദിച്ചിട്ട് എനിക്ക് തോന്നിയില്ല തിരക്കുള്ളപ്പോ അങ്ങനെ വരില്ല. അത് അവിടെ ചെയ്യാൻ സൗകര്യം പോലെ വേണ്ടോ. അങ്ങനെ അടുപ്പ് ശരിയാക്കാൻ കൊടുക്കണം. ഞങ്ങൾ പോവാണ്. അപ്പോൾ ഈ അടുക്കള ഉപയോഗിച്ചിട്ട് ഈ അടുക്കള പൈപ്പ് പൊട്ടിയിട്ട് കാര്യം പറയും. ആ പൈപ്പ് കിട്ടുമോ ഇല്ലെന്ന് അറിയില്ല, അന്വേഷിച്ചെടുക്കാട്ട് ഞങ്ങൾക്ക് ടൈമും ഇല്ല. അപ്പോൾ ഇങ്ങനെയുണ്ടെന്ന് പറഞ്ഞോട്ടെ. എൻ്റെ കുട്ടിയുടെ ഉടുപ്പ് ഒന്ന് കേട്ടെടുത്തേക്കാലെന്ന് കേട്ടെടുത്ത് ചുന്തിരി ഒരെണ്ണപ്പെട്ടു. ഇനി ഒരെണ്ണം രാത്രിയുടെ കൂട്ടി. ഇത് അച്ഛൻ്റെ സെലക്ഷൻ, ഇനി അമ്മയുടെ സെലക്ഷൻ, ഒന്ന് ചേട്ടൻ്റെ സെലക്ഷൻ. ഇത് അച്ഛൻ്റെ വക, ഒന്ന് അമ്മയുടെ വക, ഒന്ന് ചേട്ടൻ്റെ വക. അങ്ങനെ 3 ഉടുപ്പ്. അല്ല ചേട്ടാ, ചേട്ടൻ മേടിച്ചു കൊടുത്തിട്ട് കുട്ടിക്ക് ഉടുപ്പില്ലേ? ചേട്ടൻ്റെ കാശുണ്ടായിരുന്നു ചേട്ടാ. അപ്പോൾ ഓരോ ദിവസവും വിളക്ക് വയ്ക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓരോ അവരതി, ഓരോ പ്രശ്നങ്ങൾ പറയാനാണ് കേട്ടോ ദൈവത്തിനോട്. നമ്മുടെ ദുഃഖങ്ങളും വിഷമങ്ങളും ഒക്കെ ഇരുന്ന് പറയും ദൈവത്തിനോട്. കളിക്കുമ്പോൾ ദൈവമേ ഇന്ന് കച്ചവടം ഉണ്ടാവണേ ഇന്ന്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ വിളക്ക് കഴിച്ച് നമ്മുടെ മക്കൾക്കും ഭർത്താവിനൊന്നും ഒരു ആപത്ത് വരുത്തരുത്, ദീർഘായുസ് തന്നെ ദീർഘസുമംഗലിയാക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് കേട്ടോ നമ്മൾ വിളക്കത്ത്. അപ്പം ഇന്നത്തെ പ്രാർത്ഥന എൻ്റെ കുഞ്ഞുമോൾക്ക് വേണ്ടി, എൻ്റെ കുഞ്ഞുമോൾക്ക് നല്ലത് കൊടുക്കണേ, ഒരുപാട് വർഷം അവളുടെ പിറന്നാൾ നല്ല ഭംഗി പോലെ നടത്താനുള്ള ഭാഗ്യം കൊടുക്കണേ, അസുഖങ്ങളൊന്നും ഇല്ലാണ്ട് മിടുക്കി മോളെ പഠിച്ച് വലിയ ആളാവണം എന്നൊക്കെ പ്രാർത്ഥിച്ച് ദൈവത്തെ വിളക്ക് വെച്ച് നിൽക്കുന്നതാണ് കേട്ടോ അമ്മയും മോളൊന്ന്. അങ്ങനെ കുറച്ച് ദിവസമായിട്ടൊക്കെ അന്വേഷണമാണ് വിളക്ക് വയ്ക്കുക, എനിക്ക് വിളക്ക് വയ്ക്കാനോ കാര്യങ്ങളോ ഒന്നും എനിക്ക് നേരില്ല. ഒക്കെ അന്വേഷണമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വേഗം അന്വേഷണം വിളക്ക് വയ്ക്കാന്ന് പറഞ്ഞു. വേണ്ട കേട്ടോ, ഞാൻ വിളക്ക് കത്തിക്കാൻ എന്നിട്ട് പോയിട്ട് വായോ ഒന്ന് പ്രാർത്ഥിക്കാൻ വന്നാൽ മതി പറഞ്ഞു. അങ്ങനെ ഇന്ന് ഞാനും കുഞ്ഞിന് കുണിക്കുമ്പോഴുള്ള സ്പെഷ്യൽ ഡേ ആയതുകൊണ്ട് ഇനി കുണിക്കുമ്പോൾക്കൊരു സ്പെഷ്യൽ പ്രാർത്ഥന കേട്ടോ. അതിലുപരി ഇന്ന് ശനിയാഴ്ചയാണ് എൻ്റെ കുണിക്കുമ്പോളെ പിറന്നാൾ വന്നിരിക്കുന്നത്. അച്ഛനും അമ്മയ്ക്ക് അസുഖങ്ങൾ തള്ളി കളഞ്ഞാൽ മാറില്ല എന്നാണ് പറയുക. അച്ഛനും അമ്മയ്ക്കാറ്റത്ത് ദോഷം, മക്കൾക്ക് പിറന്നാൾ ശനിയാഴ്ച വന്നു കഴിഞ്ഞാൽ അവൾ ആ തലയിൽ വെച്ച് അനുഗ്രഹിച്ചു. പിന്നെ പറഞ്ഞില്ലേ, ശനിയാഴ്ച പിറന്നാൾ വന്നു കഴിഞ്ഞാൽ അച്ഛനും അമ്മയ്ക്കാണ് ദോഷം എന്നാണ് പണ്ടൊക്കെ പറയണ കേട്ടാണ്. കുഴപ്പമില്ല, അതിന് ഞാൻ ഹാപ്പിയാണ് കേട്ടോ. എന്താ വെച്ചാൽ അവർക്കൊരാപത്തില്ലാണ്ട് അവർ ഹാപ്പി ആയിരുന്നാൽ മതി. ഞാൻ എപ്പോഴും പറഞ്ഞു, അച്ഛനും അമ്മയിൽ അച്ഛനെ ഒഴിവാക്കിയിട്ട് എന്ത് ദോഷം ഉണ്ടെങ്കിലും അമ്മയ്ക്ക് തന്നാൽ മതി എന്ന് ഞാൻ പ്രാർത്ഥിക്കാറ് കേട്ടോ. ഞാൻ എന്ന് പറയും, ദൈവമേലെ അസുഖം കാര്യമാണെങ്കിൽ എൻ്റെ ഭർത്താവിനും മക്കൾക്ക് കൊടുക്കല് എനിക്ക് അതും ഞാൻ എത്ര വേണമെങ്കിൽ സ്വീകരിക്കാൻ തയ്യാറാണെന്നാണ് ഞാൻ എന്നും പ്രാർത്ഥിക്കട്ടെ. അപ്പോൾ എന്നിട്ട് പറയും, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എന്നിട്ട് പറയും, മതി അത്യാവശ്യം തന്നു കൂട്ടിയിട്ടുണ്ട്, ഒരു 10 ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഇനി എവിടേക്കാന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ കുഴപ്പമില്ല, നിന്നെ നോക്കാൻ നിങ്ങളുണ്ടല്ലോ, എന്നെ എത്രയൊക്കെ ഓപ്പറേഷൻ ചെയ്താലും എന്തൊക്കെ അവസ്ഥ വന്നാലും എന്നെ നോക്കാൻ നിങ്ങളുള്ളപ്പോൾ ഞാൻ തളരില്ല. അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ എൻ്റെ കുടിക്കുമ്പോൾക്ക് നായർ ഹോട്ടലിൽ നിന്ന് ഒരു മസാല ദോശ മേടിച്ച് കൊടുക്കേണ്ടി വന്നു കേട്ടോ. അന്ന് ദിവസം രാവിലെ ഒന്നും വെക്കാൻ പറ്റിയില്ല. അടുപ്പ് ഞാൻ പറഞ്ഞില്ലേ, അടുപ്പ് ശരിയാക്കാൻ കൊണ്ട് കൊടുക്കണം. അടുപ്പത്തൊന്നും വെക്കാൻ പറ്റണില്ല തീരെ. 1 മണിക്കൂർ 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഒരു വെള്ളം ചൂടായി കിട്ടുക. അത്രയും സ്ലോ ആയി, അടുപ്പ് ഇങ്ങനെ കത്തി 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 സ്ലോ ആയി. അങ്ങനെ ഞങ്ങൾ രാവിലെ എനിക്ക് തന്നെയാണ് ഭക്ഷണം വേഗം കിട്ടി. അതായത് എനിക്ക് തന്നെയാണ് ഇഡ്ഡലി കേട്ടോ. ഞാൻ തന്നെയാണ് ഇഡ്ഡലി അല്ല, എനിക്ക് മാത്രം ഇഡ്ഡലി കിട്ടിയുള്ളൂ. അച്ഛനും മക്കൾക്കും ദോശ ഇഡ്ഡലി 2 ഉണ്ടായുള്ളൂ, ബാക്കി ഇഡ്ഡലി കഴിഞ്ഞു എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ 2 ഇഡ്ഡലി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അത് മേടിച്ചു. അച്ഛനും മക്കളും രണ്ട് മക്കളും മസാല ദോശയും അച്ഛൻ നെയ്റോസ്റ്റും. അപ്പോൾ അച്ഛൻ്റെ കൈക്കും അമ്മയുടെ ഭാഗ്യമൊക്കെ കൊടുക്കുകയാണ് കേട്ടോ. എന്ന് വെച്ചാൽ അപ്പം നമ്മുടെ കുണുക്കമോന് വിഷമമാവാൻ പാടില്ല. അവനാണെങ്കിൽ ഇങ്ങനത്തെ കുശുമ്പ് സ്വഭാവം കുറച്ച് കൂടുതലാണ്. ഓ ഇപ്പം മോൾക്ക് മാത്രമല്ലോ, ഇപ്പം ഉമ്മക്കൊന്നും ഇല്ല അങ്ങനെ പറയാട്ടോ. അപ്പൊ ഞങ്ങൾ എന്തായാലും പൊട്ടിച്ചിട്ട് അത് അവൻ്റെ വായിൽ വെച്ച് കൊടുത്തു. കുടിക്കുമ്പോഴുള്ള വായിൽ വെച്ച് കൊടുത്തിട്ടോ. കുടിക്കുമ്പോൾ ഇങ്ങനെ പതുക്കെ ചവച്ച് ചവച്ചത് തിന്നിട്ട് മൂപ്പര് പിന്നെ കുറെ ഷോർട്സ് ഒക്കെ കാണുന്നുണ്ടോ, ഇങ്ങനെ കുറെ ആക്ഷനും കാര്യങ്ങളൊക്കെ എവിടുന്നോ കിട്ടിയിട്ടുണ്ട് ആശാത്തിക്ക്. അപ്പോൾ കുണിക്കുമ്പോഴേക്കാണല്ലോ മസാല ദോശയിൽ എപ്പോഴും റെഡ് കളർ മസാല ഇഷ്ടം. അപ്പോൾ അറിയാലോ, നമ്മളെ ഇന്ത്യ ഒപ്പി ഹൗസിൽ അവള് ഇതുവരെ ഇന്ത്യ ഒപ്പി ഹൗസിൽ കഴിച്ചിട്ട്, പക്ഷേ ഇവിടെ നായർ ഹോട്ടലിൽ ഇടയ്ക്ക് വരുമ്പോൾ ബീട്രൂട്ട് ഇട്ടിട്ടുള്ള മസാല ദോശ കിട്ടും കേട്ടോ.
അപ്പോൾ യെല്ലോ കളറ് റെഡ് അല്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ മോന്ത പിടിച്ച് നോക്കിയേ കണ്ട. ആദ്യം വന്ന മസാല ദോശയുടെ ആ നടുവശത്ത് പിച്ചി നോക്കും. എന്നിട്ട് അതാണ് മോന്ത പൊട്ടിയിരിക്കുന്നത്. റെഡ് അല്ല യെല്ലോ കളറ് മസാലയാണെന്നുണ്ട്. അപ്പം ഞാൻ കുഴപ്പമില്ല കഴിച്ച് നോക്കിയാ ഇന്ന് ഇതുണ്ട്. എനിക്ക് ആഗ്രഹമാട്ടോ മസാല ദോശയ്ക്ക് എന്നെ ഭയങ്കര ഇഷ്ടം. പക്ഷേ നമ്മുടെ ഈ ഒരു അസുഖങ്ങൾ കാരണം ഞാൻ എനിക്ക് മേടിക്കാറില്ല. ഇതുപോലെ വെറുതെന്ന് ഒരു പിടിയൊക്കെ മേടിച്ചിട്ട് ഒരു കഷ്ണമൊക്കെ പൊട്ടിച്ച് ഇങ്ങനെ തിന്നൂട്ടാ. അതാണ് ഇഷ്ടട്ടാ. അങ്ങനെ ഞാൻ ഷോപ്പൊക്കെ അടച്ചിട്ട് വരികട്ടാ. എവിടെ വിളിച്ചു ഷോപ്പൊക്കെ അടച്ചിട്ട് വരികയാണ്. അപ്പോൾ ഗ്യാസ് അടുപ്പ് ശരിയാക്കാൻ കൊടുക്കുന്നത് മേടിച്ചിട്ട് ഡിക്കിലേക്ക് വെക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ നേരെ വൈകി ഞാൻ കുളിക്കുന്ന കാര്യമാകുമ്പോൾ നമുക്കൊന്നും ചെയ്ത് കൊടുക്കാൻ പറ്റാറില്ല. ഒരു വിധത്തിലോട്ട് അതിന് തലയിൽ വെക്കാൻ സ്ലൈഡൊക്കെ മേടിക്കാമെന്ന് വെച്ചു. സ്ലൈഡൊക്കെ മേടിക്കാമെന്ന് വെച്ചു. പക്ഷെ ഒന്നും നടന്നില്ല കേട്ടോ. അങ്ങനെ കുഴപ്പമില്ല, ഉള്ളതുകൊണ്ട് വേണം എല്ലാം കൊണ്ടും. അപ്പോൾ ഞാൻ പോകണമെങ്കിൽ പോയി കുളിക്കുന്ന ഡ്രസ്സൊക്കെ മാറ്റി കാര്യങ്ങൾ ചെയ്തിട്ട് വേണം പോകാൻ. അന്ന് രാവിലെ മസാല ദോശ അച്ഛനും കുഞ്ഞിനും ഉള്ളത് മേടിച്ച് എന്നേടെ കൊണ്ടു കൊടുത്തു കേട്ടോ. പിന്നെ ഉച്ചയ്ക്ക് ഞങ്ങൾ മന്തി പറഞ്ഞിട്ട് അവർക്ക് 4 ആൾക്ക് ഓർഡർ ചെയ്തിട്ട് അവിടേക്ക് എത്തിച്ചു കേട്ടോ. ഞാൻ ഷോപ്പിലായിരുന്നു. ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് അവരോട് ഭക്ഷണം കഴിക്കാനും പറ്റും. അപ്പോൾ രാത്രി ഞങ്ങൾ കഴിച്ചു എല്ലാവരും കൂടി പോയിട്ട് കുണിക്കുമ്പോൾ പിറന്നാൾ ഒരു കേക്ക് കട്ട് കഴിച്ചു. അപ്പോൾ ഒരുപാട് ആൾക്കാരൊന്നും ഇല്ല കേട്ടോ. നമ്മൾ ആഗ്രഹിച്ച് പ്രതീക്ഷിച്ച് വിളിച്ചവർ മാത്രം. നമ്മുടെ കുണിക്ക് മോളിൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ ഒരുപാട്, പക്ഷെ അവൾക്ക് ഇഷ്ടമാണ്. അവളുടെ പാപ്പനും മേമയും അച്ചു ചേട്ടനും ഒക്കെ വരുന്നത് ഇഷ്ടമാണ്. അങ്ങനെ അച്ചു ചേട്ടനും മേമേനെയും പാപ്പനെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പൊന്നു കുഞ്ഞൻ അച്ചു ഷെബി കുണുക്കൻ കുണിക്കി അഞ്ഞുവേട്ടൻ ഞാൻ അങ്ങനെ. അപ്പം നമ്മൾ കുണിക്കുമ്പോളെ മേക്കപ്പ് ചെയ്യട്ടെ. പക്ഷെ അവളെന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉമ്മ കൊടുക്കുന്നത് എന്താ വെച്ചാൽ അവൾക്ക് എനിക്ക് വിഷമം അവളുടെ കാര്യം ഒന്നും ചെയ്തു കൊടുക്കാൻ പറ്റാറില്ല. ചില ദിവസങ്ങൾ പറഞ്ഞാൽ ഇപ്പം എന്നോട് എന്നെ ചോദിച്ചതെന്ന് വെച്ചാൽ അമ്മ എൻ്റെ കൈച്ചേയി ഉണ്ടായിരുന്നല്ലോ, എൻ്റെ മാല ഉണ്ട്, അതൊക്കെ എവിടെയെന്ന് ചിരിക്കട്ടോ. അപ്പം ഞാൻ ഇങ്ങനെ ഇന്ന് പോലെയൊക്കെയാണെന്ന് പറഞ്ഞപ്പോൾ അതെന്തിനാ അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് അമ്മ. ഭയങ്കര സംശയങ്ങൾ കൂടുതലാട്ടോ ആ ശ്രദ്ധയ്ക്ക്. അങ്ങനെ ദേ നമ്മുടെ കുണിക്കുമ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ ഈ ഒരു നല്ല ഡ്രസ്സൊക്കെ ഇടുമ്പോൾ അവർക്ക് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഒരു ക്രീം മാത്രം മോയ്സ്ചറൈസ് ക്രീം മാത്രം അവരുടെ ഫേസിൽ തേക്കാറുള്ളൂ കേട്ടോ. കുണിക്കുമ്പോൾ വേറെ ഒന്നും തേക്കാറില്ല. അപ്പം ഇന്നൊരു സ്പെഷ്യൽ ഡേ അല്ലേ. അപ്പോൾ അവൾ നല്ല സുന്ദരി കുട്ടിയെ കേട്ടോ. ഇത് ഞാൻ അങ്ങോട്ട് കരുതി. അങ്ങനെ ദേ അവളെ തന്നെ കുഞ്ഞ് മേക്കപ്പ് ചെയ്ത് കൊടുക്കട്ടെ. അവൾ സ്വന്തമായിട്ട് ഞാൻ ചെയ്യുന്നേക്കാൾ നല്ല ഭയങ്കര സ്വന്തമായിട്ട് അവൾ മേക്കപ്പ് ചെയ്തിട്ട്. പക്ഷേ എനിക്കൊരു സന്തോഷം ഇങ്ങനെ സ്പെഷ്യൽ ഡേയിലൊക്കെ ഞാൻ എൻ്റെ കൈ കൊണ്ട് നേരില്ല. ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഗ്യാസ് അടുപ്പൊക്കെ മേടിച്ചെത്തുമ്പോൾ 7, 7:30 കുളിച്ച് ഡ്രസ്സൊക്കെ മാറുമ്പോൾ 8 മണി 8:30 കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ശോഭയാണെങ്കിലോ 11 മണി വരെ ഉള്ളൂ കേട്ടോ. എന്നാലും അത് അവൾ ഒറ്റയ്ക്ക് ചെയ്യുന്ന ഈ മേക്കപ്പ് അവൾ ഒറ്റയ്ക്ക് ചെയ്യുന്നതാണ് അവൾക്ക് അറിയാമെന്ന് പറയാം. എന്നാലും അത് എനിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു സന്തോഷം. നമ്മുടെ കൈകളിൽ കിടക്കുമ്പോഴല്ലേ നമ്മുടെ മക്കളെ പിറന്നാളിന് നമുക്ക് ചെയ്ത് കൊടുക്കാനും മേടിച്ചു കൊടുക്കാനും. പിന്നെ അവരൊക്കെ വലുതായി അവരെ സ്വന്തം കാലിൽ നിൽക്കാറൊക്കെ ആകുമ്പോൾ പിന്നെ നമ്മൾ ചെയ്യണതൊന്നും ഇഷ്ടാവില്ല. അവരൊറ്റയ്ക്ക് ചെയ്യും. അപ്പം ഈ ഒരു പ്രായത്തിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ കുനിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇതാട്ടോ. എൻ്റെ മക്കളുടെ ഓരോ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടാണ്. പറയാം എല്ലാവരും അങ്ങനെ തന്നെയാന്ന് ഇപ്പോൾ കമൻറ്റിൽ വരും. അങ്ങനെ എല്ലാവരും അങ്ങനെ ഒന്നുമല്ല. അങ്ങനെയാണെങ്കിൽ എത്രയോ അമ്മമാർ കാമുകൻ്റെ കൂടെ ഒളിച്ചോടും മക്കളെ വേണ്ടാന്ന് വെച്ചിട്ട് മക്കൾക്ക് വിഷം വെച്ച് കൊല്ലണ കാമുകന് വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാ അമ്മമാരെയും ഒരു ഗണത്തിൽ എടുത്തത് അതല്ലാത്തവരുണ്ട്, ഇങ്ങനെയുള്ള അമ്മമാരുണ്ട്. അപ്പം എൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞേട്ടാ. അങ്ങനെ അവരനൊക്കെ മേക്കപ്പ് ചെയ്ത് വിട്ടതിന് ശേഷം ഞാനും മേക്കപ്പ് ചെയ്യാം കേട്ടോ. ഞങ്ങൾ പറഞ്ഞില്ലേ വെള്ളിയാഴ്ച രാത്രി സ്കൂളൊക്കെ വിട്ടന്ന് രാത്രി ഒരു 10 മണി കഴിഞ്ഞിട്ടാ. 10 മണി 9, 9:30 കഴിഞ്ഞിട്ട് ആനക്കുട്ടി അടിയടി നിൽക്കണ്ടല്ലോ. ബർത്ത്ഡേ കാര്യങ്ങൾ കാണാല്ലേ, ബർത്ത്ഡേ ആഘോഷിക്കാൻ ബർത്ത്ഡേ കാര്യങ്ങൾ കാണാല്ലേ. പോ ബർത്ത്ഡേ കാര്യം പോവാം. പറഞ്ഞു നിർത്തിയത് 9:30 കഴിഞ്ഞിട്ട് ഹൈലൈറ്റ് മാളിലെത്തി കട അടയ്ക്കുന്ന നേരത്താണ് ഓടി പോയിട്ട് ഒരു ഉടുപ്പെടുത്തത്. ആ ഉടുപ്പായിട്ട് കുണിക്കുമ്പോൾ എടുത്ത് നല്ല ഭംഗിക്ക് 399 499 ഉള്ളൂ കേട്ടോ ഉടുപ്പിന്. പക്ഷെ നല്ല ഭംഗിയുണ്ട്. അപ്പം പിന്നെ ശോഭയിൽ എത്തിയപ്പോൾ അവിടെ പൊന്നു ഷീബിയും കാർത്തുമ്പും വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് കുണിക്കിനെ കൊണ്ടിരുത്തി കേക്കൊക്കെ അവിടെ കൊണ്ടുവച്ചതിന് ശേഷം ഞാൻ താഴെ ഫാത്തിമേന്ന് പോയിട്ട് ഒരു പ്ലേറ്റും ഗ്ലാസ് മേടിച്ചിട്ട് കേക്കൊക്കെ കട്ട് ചെയ്ത് ഉണ്ണുകളൊക്കെ കഴിക്കാൻ. കാത്തുമ്മയൊക്കെ ഉള്ളല്ലോ ചെറുവിടെ അവർ കയ്യിൽ പിടിച്ച് തിന്നാൻ പറ്റില്ലല്ലോ. അപ്പോൾ മേടിച്ചാൽ പറഞ്ഞിട്ടുണ്ടോ നമുക്ക് ഫുഡൊക്കെ കേക്കൊക്കെ കട്ട് ചെയ്യുന്നതിന് മുന്നേ രണ്ടൊരു ചായ മേടിക്കും. എനിക്ക് തല വേദനിച്ചിട്ട് വയ്യായിരുന്നു കേട്ടോ. അച്ചും കുഞ്ഞിനും ഇല്ലാത്തത് അച്ചും കുഞ്ഞിനും അച്ഛൻ്റെ അനിയൻ്റെ വണ്ടിയിലായിരുന്നു കേട്ടോ. അവർക്ക് അച്ചു
വെള്ളിയാഴ്ച സിനിമയ്ക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കൂടെ സിനിമയ്ക്ക് പോയിട്ട് അച്ചുവിൻ്റെ പേപ്പേഴ്സ് ശോഭ സിറ്റിയിൽ വെച്ച് വീണ് പോയി സിനിമ തിയേറ്ററിൽ. അച്ചു അറിഞ്ഞില്ല. പിന്നെ പിറ്റേ ദിവസം സിനിമയ്ക്ക് കാണാൻ വന്ന ആൾക്കത് കിട്ടി ആൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മേടിക്കാൻ വേണ്ടിയിട്ട് അച്ചും കുഞ്ഞിനും പാപ്പനും മേമയും അച്ചൂട്ടനും കൂടി അങ്ങോട്ട് പോയി. ഞങ്ങൾ കേക്ക് മേടിക്കണ്ടായിരുന്നു. ഞങ്ങൾ വേറെ റൂട്ടാണ്. അപ്പോൾ ഞങ്ങൾ കേക്ക് മേടിച്ചിട്ട് ഇങ്ങോട്ട് എത്തിയിട്ട് അപ്പോൾ അവർ എത്തിയിട്ടില്ല. പിന്നെ വിളിച്ച് പറഞ്ഞു എത്തിയിട്ടുണ്ട്. ഞങ്ങൾ താഴെ ഡ്രസ്സ് എടുക്കുന്നുണ്ട്. കുണിക്കുമ്പോൾ ബർത്ത്ഡേ ഡ്രസ്സ് എടുക്കുന്നുണ്ട്. പാപ്പനും മേമയും കുഞ്ഞിനും ഒക്കെ ഡ്രസ്സ് എടുക്കാണ് കേട്ടോ. അപ്പോഴത്തേക്ക് പൊന്നേച്ചിയുടെ ഗിഫ്റ്റാണ് ബാക്കിൽ ഇരിക്കുന്നുണ്ട്. കാരണം അപ്പോൾ കുറേ ദിവസമായി പോയി കുണിക്ക് പൊന്നേച്ചിനെ കിട്ടിയില്ല. പൊന്നേച്ചിനെ കിട്ടിയപ്പോൾ ഒന്ന് ഫുള്ളും പൊന്നേച്ചിയുടെ കൂടെ ആയിരുന്നു കേട്ടോ. അവർ കുട്ടികളല്ല, അവർക്ക് അറിയില്ലല്ലോ. അവർക്ക് ഒരു നേരം കാണാണ്ടാകുമ്പോഴേക്കും അവർക്ക് ഭയങ്കര ടെൻഷൻ. പക്ഷെ അത് അവർ കാണിക്കില്ലെങ്കിലും അവർക്ക് അവരുടെ കൂടെ കയ്യിൽ കിട്ടുമ്പോഴുള്ളൊരു സന്തോഷം എന്താണെന്നറിയും. ഇപ്പോൾ കണ്ടില്ലേ ഇവിടെ കാർത്തുമ്മ കുറേ ദിവസത്തിന് ശേഷമാണ് കാർത്തുമ്മേനെ കണ്ടത്. കാണും വീഡിയോ കോൾ ചെയ്ത് കാണെങ്കിലും നേരിട്ട് കണ്ടിട്ട് കുറേ ദിവസമായി. അവരും ബിസി ആയിരുന്നു. അവർക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ യാത്രകളും കാരണം പോകാനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കാണാറില്ലായിരുന്നു. അപ്പോൾ ഇന്ന് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ട് അങ്ങനെ ഞങ്ങൾ എല്ലാവരും എത്തി. ഇത് ഇപ്പുറത്താണ് മേമയും പാപ്പനും അച്ചൂട്ടനും ഇരിക്കുന്നുണ്ട്. കുഞ്ഞിരിക്കുന്നുണ്ട്. അച്ചും കുഞ്ഞിനാണ് കേട്ടോ വീഡിയോ ഫോട്ടോ എടുക്കുന്നത്. ഷെബിയും പൊന്നും ഞങ്ങൾ വരുമ്പോഴേ ഷെബിയും പൊന്നും സീറ്റ് പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ അവർ ആദ്യം വന്ന് സീറ്റ് നമുക്ക് ഇത്രയും ആൾക്കാർക്കുള്ള സീറ്റ് അവർ പിടിച്ചിരിക്കുന്നു. പറ്റത്ത് അവർ വിട്ടു. അങ്ങനെ നമ്മളെ കേക്ക് നമ്മുടെ ഷോപ്പിൻ്റെ താഴെ ഒരു കുട്ടി ബേക്കറി ഉണ്ട് കേട്ടോ. അപ്പോൾ അവരുടെ കേക്കാണ് ഞാൻ വീണ്ടും പറയുന്നത്. അടിപൊളി കേക്കാണ്. ഒരുപാട് ഓവർ മധുരങ്ങളോ കാര്യങ്ങളോ കോഴിമുട്ടയുടെ സ്മെല്ലോ എസൻസിൻ്റെ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല അടിപൊളി സൂപ്പർ കേക്ക്. ഞങ്ങൾ ഉണ്ടാക്കുന്ന ആ കേക്കിനൊക്കെ ഒരു ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ കുന്നംകുളം സൈഡിലുള്ളവർക്കൊക്കെ കേക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ താഴെ അവരുടെ നമ്പർ കൊടുക്കാം. ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. ഇത് പ്രമോഷനോ ഒന്നുമല്ല കേട്ടോ. ഞാൻ കാശ് കൊടുത്ത് മേടിച്ച് കേക്കാണെന്നില്ല ഇനി പറയും. കേക്ക് ഒരു പ്രമോഷൻ ഞാൻ കാശ് കൊടുത്ത് മേടിച്ച് കേക്കാണ്. പക്ഷെ നല്ല കേക്കിന് നമുക്ക് നല്ലത് പറയല്ലേ. നല്ലതാണ്. ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇവിടെ ഇങ്ങനെ ബേക്കറിയിൽ നിന്ന് ഇപ്പോൾ കുന്നംകുളത്ത് മേടിക്കാറില്ല. ഈ 2, 3 പ്രാവശ്യമൊക്കെ മേടിച്ചിട്ട് ചതി പറ്റിയതിന് ശേഷം ഞാൻ അങ്ങനെ മേടിക്കാറില്ല. പക്ഷേ ഈ ഒരു കേക്ക് നല്ല കേക്കായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം ഉള്ളവർക്ക് ഞാൻ അവിടെ കോൺടാക്ട് നമ്പർ കൊടുക്കാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ പറഞ്ഞു എനിക്ക് 1/2 കിലോൻ്റെ കുഞ്ഞ് കേക്ക് മതി പറഞ്ഞു. എന്താ വെച്ചാൽ 1 കിലോൻ്റെ ഒക്കെ മേടിച്ചിട്ട് നമുക്ക് വെറുതെ വേസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് ചെറിയതാ വേണ്ടു. അങ്ങനെ ഞങ്ങളിത് എല്ലാവരും കേക്ക് കട്ട് ചെയ്ത് കുഞ്ഞു കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനുണ്ട്. അപ്പം ഞാൻ കേക്ക് കട്ട് ചെയ്തപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ കാത്തുമ്മയ്ക്കാ കൊടുക്കാട്ടോ. അതുകൊണ്ട് കുണുക്കനോ കുണുക്കിക്കോ ഒരു പരാതിയും ഇല്ല കേട്ടോ. ചില കുട്ടികൾക്കുണ്ട് ബർത്ത്ഡേ കേക്ക് മുറിച്ച ശേഷം അവരുടെ വായിരിക്കുന്നു. പക്ഷെ കുണിക്കുമ്പോഴേക്കോ കുണുക്കനോ ആ പരാതി ഇല്ല കേട്ടോ. ഞങ്ങളുടെ വീട്ടിൽ എന്ത് ഫംഗ്ഷൻ വന്നാലും കേക്ക് കട്ട് ചെയ്ത ആദ്യം വായിരിച്ചു കൊടുക്കും നമ്മുടെ കുണിക്കുമ്പോൾ കാർത്തുമ്മേൻ്റെ കേട്ടോ. അവളല്ലേ നമ്മുടെ വീട്ടിലെ ചെറിയ കുട്ടി, നമ്മുടെ മഹാറാണി. അപ്പോൾ ആദ്യം അവൾക്ക് കൊടുക്കും. അത് കഴിഞ്ഞതിന് ശേഷമാണ് മറ്റാർക്ക് ഞങ്ങൾ കൊടുക്കാറുള്ളൂ കേട്ടോ. അപ്പൊ അച്ഛൻ ഗർഭിണിക്കുന്നുണ്ട് കുഞ്ഞിന്റെ വായില് വെച്ച് കൊടുത്തപ്പോ എന്ന് പറഞ്ഞിട്ടാണ് ഞാനും ചെറിക്കണത്. അങ്ങനെ ഞങ്ങൾ ഈ കേക്കൊക്കെ കട്ട് ചെയ്തു. ആ ഒരു മെഴുകുതിരിയൊക്കെ വെച്ചിട്ട് അച്ചുച്ചേട്ടൻ കുറച്ച് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല ഫോട്ടോ. അത് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ട് കുടിക്കുമ്പോഴുള്ള ഫോട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ താഴത്തുനിന്ന് ഇങ്ങനെ ഒരു പ്ലേറ്റും ഗ്ലാസ്സും മേടിച്ചത് എന്താ ബേബി ടു അങ്ങനത്തെ പരിപാടിയിലൊക്കെയാണെന്നാണ് കുഞ്ഞ് പറയുന്നത്. പക്ഷെ ഞാനതൊന്നും നോക്കിയില്ല. അവർക്ക് ആൾക്കാർ കുട്ടികൾക്ക് തിന്നാൻ വേണ്ടിയിട്ടേ കുട്ടികൾക്കത് കയ്യിൽ മുറിച്ച് കൊടുക്കണ്ടേ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇങ്ങനെ കട്ട് ചെയ്ത് എല്ലാവർക്കും ഓരോ പ്ലേറ്റിൽ വെച്ച് കൊടുത്താൽ എല്ലാവർക്കും സമാധാനമായിട്ട് ഇരുന്ന് കഴിക്കാം. അങ്ങനെ നമ്മളിത് ഈ കേക്കൊക്കെ കട്ട് ചെയ്യാം കേട്ടോ. സത്യം പറഞ്ഞാൽ എന്ന് കേക്ക് മേടിച്ചാലും വേസ്റ്റ് ആവും കേട്ടോ. ഈ ഒരു കേക്ക് വേസ്റ്റ് ആയേയില്ല. ഇത് കറക്റ്റ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലെ ഓരോ പീസ് എല്ലാവരുടെ പ്ലേറ്റിൽ വെച്ച് കൊടുത്തു. ഞങ്ങളൊക്കെ ആസ്വദിച്ച് കഴിച്ചു. എനിക്ക് തോന്നുന്നു കഴിക്കാത്തത് രമു അനിയനെ തോന്നുന്നു. അനിയന് അങ്ങനെ കേക്ക് അധികം വലിയ താല്പര്യമില്ല. അപ്പോൾ അവൻ അധികം കഴിച്ചില്ല. കുറച്ച് കഴിച്ചുള്ളൂ. പക്ഷെ നല്ല കേക്കാണ്. എല്ലാവരും പറഞ്ഞു കേട്ടോ. നല്ല കേക്കാണ് എന്നുള്ള അഭിപ്രായം ഉണ്ടായിരുന്നു. നീ കണ്ട മേമയുടെ ഒക്കെ പറ്റാണ്. എല്ലാവരും മസ്ക് ഇട്ട് കൃത്യമായിട്ട് കുടിക്കുമ്പോൾ കഴിഞ്ഞിട്ടുള്ളൂ. അത് ഒരു പ്രത്യേകതയാണ്. എൻ്റെ പൊന്നോ കുഞ്ഞിനോ അങ്ങനെയൊന്നും ആരോടും അങ്ങനെ അച്ഛൻ്റെ അനിയന്മാരോടോ ചേട്ടന്മാരോ അങ്ങനെയൊന്നും ഓവറായിട്ട് സംസാരിക്കില്ല കേട്ടോ. ഇപ്പൊക്കെ പാപ്പനോട് നന്നായി സംസാരിച്ചിട്ടുണ്ട്. ചെറുപ്പത്തിലൊക്കെ ഈ കുമിക്കുമ്പോൾ അതൊന്നുമല്ല. പാപ്പനെ കണ്ടാൽ ഓടി പോയി കെട്ടിപ്പിടിക്കും. മേമനെ കണ്ടാലും കെട്ടിപ്പിടിക്കും. വല്യച്ഛനും വല്യമ്മേനെയൊക്കെ കണ്ടാൽ ഓടി പോയിട്ട് കെട്ടിപ്പിടിക്കും. മൂപ്പർക്ക് ഒരു പ്രത്യേകത ഒരു ഇഷ്ടം എല്ലാവരോടും. ഞാൻ വിചാരിക്കും ആരുടെ ക്യാരക്ടറായിരിക്കും എന്നിങ്ങനെ. ശരിക്കും പറഞ്ഞാൽ എൻ്റെ കുട്ടിക്കാലം ഇങ്ങനെയായിരുന്നു കേട്ടോ. എൻ്റെ കുട്ടിക്കാലത്തേക്ക് ഇങ്ങനെ അച്ഛൻ വീട്ടിലെ അമ്മായി മേമനെയും അവരെല്ലാവരും വരുന്നതും നിൽക്കുന്നതും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ഇവരാരെങ്കിലുമൊക്കെ നമ്മുടെ വീട്ടിലെ മേമന്മാരൊക്കെ നിൽക്കാമെന്ന് പറഞ്ഞാൽ ഇന്ന് പോകും, ഇന്ന് പോകണ്ട, നാളെ പോവാം, നാളെ പോവാം അങ്ങനെ പറഞ്ഞ് നിൽക്കണൊരു കാലമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഒരുപാടൊന്നുമില്ല കേട്ടോ. കുഞ്ഞൊരു ഫുഡ്. അതായത് കുണുക്കനും കുണുക്കിയും കാത്തും അച്ചൂട്ടനാണ് ഞങ്ങളുടെ ഫാമിലിയിൽ ചെറിയ കുട്ടികൾ. ബാക്കിയൊക്കെ ഞങ്ങളൊക്കെ എല്ലാവരും വലിയവരാണ്. അപ്പോൾ ചെറിയ കുട്ടികൾക്ക് ന്യൂഡിൽസ് ആണ് കേട്ടോ ഞാൻ ഏൽപ്പിച്ചത്. അങ്ങനെ അവർക്ക് 2 പ്ലേറ്റ് 2 എണ്ണം ഏൽപ്പിച്ചുള്ളൂ. എന്ന് വെച്ചാൽ ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടാവാറുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം കുറച്ചേ ഉണ്ടായുള്ളൂ.
ഇങ്ങനെയല്ല, നല്ല നൂഡിൽസും നല്ല ഒന്നുകൂടി ഇതുണ്ടാവാറുണ്ട്. ഞാനത് പ്രതീക്ഷിച്ചിട്ടാണ് ഏൽപ്പിച്ചത്. പക്ഷേ ഇപ്രാവശ്യം കിട്ടിയത് അത്ര ടേസ്റ്റൊന്നും ഉണ്ടായില്ല. പിന്നെ എനിക്ക് ടേസ്റ്റ് തോന്നിയത്, ഞാൻ ശോഭയിൽ പോയി എനിക്കങ്ങനെ എല്ലാം ഭക്ഷണം കഴിക്കാൻ ഇഷ്ടമല്ല കേട്ടോ. അത്രയ്ക്ക് എല്ലായിടത്തും അത്ര അങ്ങനെ ഇല്ല. അടയൊക്കെ ഇഷ്ടമാണ്, വെജിറ്റേറിയനിൽ അട, മസാല ദോശയൊക്കെ രസമാണ്. പക്ഷേ നോണിൽ അങ്ങനെയൊക്കെ പ്രത്യേകിച്ചൊന്നും ഇഷ്ടപ്പെടാറില്ല. പക്ഷേ ഇത് നാട്ടു രുചിയാണ്, ഷാപ്പിലെ രുചി. എന്തൊരു കടയുണ്ട്, മറന്നു. ഞാൻ എന്തൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിലും ഇപ്രാവശ്യത്തെ അച്ചുവിന് ബീഫ് ഇഷ്ടം. അപ്പോൾ അച്ചുവിന് ബീഫും 2 ചിക്കൻ കറിയും, പിന്നെ ഞങ്ങൾ മേടിച്ചത് വെള്ളയപ്പം പൊറോട്ടയും. വേറെ ഒന്നും മേടിച്ചില്ല കേട്ടോ, ഇത് മാത്രമേ മേടിച്ചുള്ളൂ. എല്ലാവരും പറഞ്ഞു അത് മതി, ഇനി അങ്ങനെ ഇന്നൊന്നും ഒരുപാട് മേടിക്കണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ അത്രേ മേടിച്ചുള്ളൂ എല്ലാവർക്കും അത്. പക്ഷേ ബീഫ് കറിയും ചിക്കൻ കറിയും ഒക്കെ നല്ലതായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കടയിലത്തെ ബീഫ് കറിയൊക്കെ കഴിഞ്ഞ് വന്നേ. കുണിക്കിന് ബർത്ത്ഡേ കഴിഞ്ഞേ, സൂപ്പറായേ. എന്നാലും കുണിക്ക് നോക്കി ഇപ്രാവശ്യം കുറേ ഡ്രസ്സ് കിട്ടിയിട്ടുണ്ട് അല്ലേ? ഒരു ബർത്ത്ഡേ കൂടി ഉണ്ട്. എന്നാ തിങ്കളാഴ്ച അല്ലേ? മൺഡേ കുട്ടി സ്കൂളിലേക്ക് ബർത്ത്ഡേ ആണ് അല്ലേ? സൂപ്പർ. കുണിക്ക് പോലെ ഡ്രസ്സ് കൊടുക്കും, പോലെ ഡ്രസ്സ് പുതിയതാണ്. അമ്മയുടെ വീട്ടിലത്തെ ഡ്രസ്സ് ജോർജ്. ഇറങ്ങി, ഞങ്ങൾ ഇറങ്ങാൻ പോവാണ്. അപ്പൊ ഇനി നാളെ കാണേ. ബൈ. അങ്ങനെ നേരെ ഞായറാഴ്ച രാവിലെ എണിച്ച് നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് ഇഡ്ഡലിയും സാമ്പാറൊക്കെ വെച്ചിട്ടുണ്ട്, ബീട്രൂട്ട് ഉപ്പേരിയൊക്കെ വെച്ചിട്ടുണ്ട്, ചോറൊക്കെ വെച്ച് കഴിഞ്ഞു. എന്ന് വെച്ചാൽ ചിക്കൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ചിക്കൻ വരുന്ന പ്രതീക്ഷിച്ചിട്ട് മസാല ഒക്കെ ഉണ്ടാക്കി സെറ്റ് ചെയ്ത് വെച്ച്. ഞാൻ കുഞ്ഞിന് പറഞ്ഞു ചിക്കനുള്ള മസാലയൊക്കെ വാട്ടി സെറ്റ് ചെയ്ത് വെച്ചിട്ട് മോളെ വന്നു കഴിഞ്ഞാൽ 4 പീസ് കഴുകിയിട്ടാൽ അച്ചുവിനാണ് മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ ഞങ്ങൾക്കൊരു മാമൂദൂസി ഉണ്ട്, അപ്പോൾ അതിന് വേണ്ട. അപ്പം എൻ്റെ ക്രീമൊക്കെ കഴിഞ്ഞു, അതാണ് നമ്മൾ ഞെക്കി പിഴിഞ്ഞ് കൊന്ന് എടുക്കണത്. എൻ്റെ മോയ്സ്ചറൈസ് ക്രീം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അതാണ് കൂടുതൽ ചിലവെന്ന് വെച്ചാൽ അതാണ് ഞങ്ങൾ എല്ലാവരും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു സാധനം കേട്ടോ, മറ്റ് ക്രീമുകളേക്കാളും. അതിപ്പോൾ ഏതൊരു കല്യാണം എന്ത് ഫംഗ്ഷൻ ആണെങ്കിലും ഞാൻ വേറെ മേക്കപ്പ് പ്രോഡക്റ്റിനൊന്നും വേറെ ഒരുപാടൊന്നും മുഖത്ത് യൂസ് ചെയ്യാനുള്ളത്. ആ ഒരു മോയ്സ്ചറൈസർ കഴിച്ചു, ഇനി ഒരു ഫൗണ്ടേഷൻ, അതൊരു തുള്ളി, ഒരു ഒറ്റ ഇങ്ങനെയല്ലേ, ഒരു കുഞ്ഞൊരൊറ്റ, പക്ഷേ നല്ല മാതിരി കിട്ടും കേട്ടോ നമ്മുടെ ഫേസ് കവർ ചെയ്യാൻ മാത്രം. ഞാൻ ഒരുപാട് ഇങ്ങനെ പുട്ടി പോലെ അടിച്ച് തരില്ല, കന്നം കുറച്ചിട്ട് വേണ്ട ഫേസിലിടുള്ളൂ. നാച്ചുറലായിട്ട് ലിപ്സ്റ്റിക് അത് കുറച്ച് കട്ടിയിലിടും, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കുറേ നാളായി ഞാൻ കുറച്ച് ഐ ഷെയ്ഡൊക്കെ ഇട്ടിട്ട്, ഇപ്പോൾ പാരാബ്ദമൊന്നും തിരക്കാനതൊന്നും ചെയ്യാറില്ല. അപ്പോൾ ആ ലിപ്സ്റ്റിക്ക് തന്നെ തൊട്ടു കയ്യിലിൻ്റെ വരലുമേ, അതും എനിക്കിങ്ങനെ കണ്ണിൻ്റെ വശിങ്ങനെ ജസ്റ്റ് വേറൊരു കളറായി കിടക്കുന്നത് എനിക്ക് ഇഷ്ടാട്ടാ. അപ്പോൾ അതും കഴിഞ്ഞു. ഇതാണ് എൻ്റെ, ഇനിയിപ്പോൾ എന്തോരം വലിയ കല്യാണം ഉണ്ടായാലും എന്തൊക്കെ ഫംഗ്ഷൻ ഉണ്ടായാലും ഈ ഒരു മേക്കപ്പ് ഞാൻ സ്ഥിരം ചെയ്യുന്നത് ഇത് തന്നെയാണല്ലോ കേട്ടോ. ഞാൻ ഇങ്ങനെ ഫംഗ്ഷൻ പോകുമ്പോഴാണ് കൈനമ്മ ഐഷേഡ്, അല്ലെങ്കിൽ അങ്ങനെ അതൊന്നുമില്ല. ക്രീം, ലിപ്സ്റ്റിക്ക്, പൊട്ട് കഴിഞ്ഞു, നമ്മുടെ മേക്കപ്പ് കഴിഞ്ഞു. അങ്ങനെ മേക്കപ്പ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കൃപയിലൊരു സാരി ഞാൻ എടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായ സാരിയാണ്. എന്താ നല്ലൊരു സൈസ് ഒരു ഷിഫോണിൽ തന്നെ ഒരു പ്രത്യേക തരം തുണിയാട്ടോ. നല്ല രസം, നല്ലൊരു എംബ്രോയ്ഡറിയാണ്. ഞാനിങ്ങനെ കഴുത്തടുപ്പിച്ചാണ്, പക്ഷേ എനിക്ക് കുറച്ചും കൂടി വൈഡ് വേണമെന്നുണ്ടായിരുന്നു. പക്ഷേ അടിച്ചത് കുറച്ച് ഇടുങ്ങിപ്പോയി. ഞാൻ ആ സാരിയുടെ ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് കുറേ വീഡിയോ അങ്ങനെ ഇങ്ങനെയൊക്കെ എടുത്തു. അപ്പം ഫുൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അതാണ് ഈ എംബ്രോയ്ഡറിയാണ് ടൈം. അത് കരയിലില്ല, ജസ്റ്റ് ഇങ്ങനെയുള്ള, പക്ഷേ ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഭയങ്കര ഒരു നല്ല ഓഫ് വൈറ്റ് കളറാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ഒരു മാമുദൂസിക്കൊക്കെ പോകുന്നു. മാമുദൂസിക്ക് ഉടുക്കാൻ പറ്റിയ സാരി ഞങ്ങൾ സത്യം അഭിനയിച്ചിട്ട് ഇതാക്കിയതല്ല കേട്ടോ. ഒരു സാരി ഇങ്ങനെ നമ്മളെടുത്തപ്പോൾ കുറേ ഇനി അടിക്കാൻ കൊടുത്തിട്ട് 2 ആഴ്ചയൊക്കെ ആയില്ല ഒരു അടി കൊടുത്തിട്ട്, അടിക്കാൻ കൊടുത്തിട്ട് 2-3 ആഴ്ചയൊക്കെ ആയി. പക്ഷേ എനിക്ക് ഓൾറെഡി ഓഫ് വൈറ്റ് കളറിനോട് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഈ സാരി എടുക്കുമ്പോഴേ ഞാൻ പറഞ്ഞു എനിക്ക് ഇതിന്നൊരു സാരി വേണം കേട്ടോ ചേട്ടാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനിത് മേടിച്ചത് കേട്ടോ. പക്ഷെ വാക്ക് ഞാൻ നിറവേറ്റി. എന്തായാലും നല്ല രസമുണ്ടായിരുന്നു, നല്ലൊരു ഫംഗ്ഷൻ എടുക്കാൻ പറ്റിയ നല്ല വിലയോ തുച്ഛം
മെച്ചു എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഒരു കൃപാൻ സ്റ്റൈലില് അപ്പൊ ഈ സാരി നമ്മുടെ കൃപയില് ഉള്ളതാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരു ചെറിയ നല്ലൊരു ഫംഗ്ഷന് കൊടുക്കാൻ പറ്റിയൊരു ഇതാണ് കേട്ടോ. ജസ്റ്റ് കഴുത്ത് കുറച്ചും കൂടി ഇറക്കാൻ വേണമെന്നുണ്ടായിരുന്നു, അത് മാത്രമേ ഉള്ളൂ. എന്നാലും അതിനായിട്ട് പറഞ്ഞ ഭംഗിയുണ്ട്, ഒരു ഒരു വേറെ ലുക്ക്. എപ്പോഴും നമ്മൾ ഒരേപോലെ ജാക്കറ്റ് അടിച്ചിരുന്നേക്കാളും ഒരു മാറ്റം തോന്നും. പക്ഷെ എനിക്കും ഇഷ്ടമായിട്ട് നല്ല ഭംഗിൻ്റെ സാരി. എനിക്ക് ഇതിൻ്റെ ഫുള്ള് കാണിച്ചല്ല അല്ല, ഫുള്ള് ഒരുപാട് ഡിസൈനോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഈ ഒരു എംബ്രോയിഡറി വർക്കാൻ പോകുന്നുണ്ട്, ഒരു താമര. ഇത് ഈ എംബ്രോയിഡറിയിൽ തന്നെ പിങ്ക്, വയലറ്റ്, ഇതൊരു വയലറ്റ് പച്ച, പിന്നെ ഒരു പച്ച, പിന്നെ ഒരു പിങ്ക്, അങ്ങനെ 3 കളറുള്ള ഇതാട്ടോ. ഒരുപാട് സ്റ്റോക്കില്ല, വളരെ കുറച്ച് സ്റ്റോക്കുള്ളൂ. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സത്യം പറഞ്ഞാൽ കൂടുതലും പള്ളിയിലേക്കൊക്കെ പോകണവർക്ക് ഇത് ചേരുമെങ്കിലും എല്ലാവർക്കും ചേരും കേട്ടോ. ഞാൻ ഇപ്പോൾ നമുക്ക് റിസപ്ഷനോ കാര്യങ്ങൾക്കൊക്കെ സിമ്പിളായിട്ട് നമുക്ക് 1000 2000 3000 ഒന്നും കൊടുത്ത് സാരി മേടിക്കാതെ ഇത് ഇപ്പം ഇത് മാമോദിസയ്ക്ക് കറക്റ്റ് ഫിറ്റ് ചെയ്തൊരു കോസ്റ്റ്യൂം. ഞാൻ തന്നെയാണോ ജേമിങ് അവരെ ബന്ധുക്കളൊക്കെ ആളെ മാറ്റുള്ളൂ. അവരാണ് കൂടുതലും ഈ ക്രിസ്ത്യൻ ഇതിലെ പള്ളിയിലെ ഈ മാമോദിസ അങ്ങനെയുള്ളവർക്കാണ് കൂടുതൽ പേസ്റ്റൽ കളർ കൂടുതൽ യൂസ് ചെയ്യുന്നത്. മാമോദിസ അങ്ങനെയുള്ളവർക്കാണ് കൂടുതൽ പേസ്റ്റൽ കളർ കൂടുതൽ യൂസ് ചെയ്യുന്നത്. നമ്മുടെ ജാതിയിൽ കൂടുതലും മുല്ലപ്പൊക്കെ വെച്ച് നല്ല മാമ്പഴ കളർ, റെഡ്, ഗ്രീന്, ബ്ലാക്ക്, ഇതിലേക്ക് നമ്മുടെ. പക്ഷെ അവര് തന്നെ ഈ പേസ്റ്റൽ കളർ കൂടുതൽ യൂസ് ചെയ്ത്. പിന്നെ നല്ലൊരു അമ്മമ്മമാരൊക്കെ ലൈറ്റ് ഞങ്ങളുടെയിലുള്ള ഒരു എംബ്രോയിഡറി സാരി ഞാനത് കാണിച്ചിട്ടില്ല നിങ്ങളിലേക്ക്. സോഫ്റ്റ് കോട്ടനാണ് കേട്ടോ. നെറ്റ് കോട്ടൺ എന്നാ പറയാം. നെറ്റ് കോട്ടൻ്റെ ഒറിജിനലല്ല. നെറ്റ് കോട്ടൻ്റെ ഒറിജിനലാകുമ്പോൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ വീർത്തിരിക്കും. അത് എനിക്ക് ഇഷ്ടമാണ്. എൻ്റെ സെക്കൻഡ് ക്വാളിറ്റി എങ്ങനെ വേണം. പക്ഷെ നല്ല സോഫ്റ്റായിട്ട് എംബ്രോയിഡറി ഉള്ള പേസ്റ്റ് അതൊക്കെ സത്യം പറഞ്ഞാൽ ഉടുത്താണ് എനിക്ക് കൊടുക്കാൻ തോന്നി. നല്ല 3 അളകണത്തെ പോലത്തെ അതുപോലെ ആ ഒരു എംബ്രോയിഡറി മോഡൽ സാരികൾ ഇവരുടെ പരിപാടിക്ക് പോകുമ്പോഴാണ് നമ്മളങ്ങനെ കൂടുതൽ ആ സാരികള്. ഞങ്ങളുടെ അതിന് അധികം റേറ്റ് ഇല്ല കേട്ടോ. പക്ഷെ എനിക്ക് തോന്നുന്നത് എന്താണെന്നോ, ഇങ്ങനത്തെ ഒരു ഫംഗ്ഷനൊക്കെ നമ്മൾ 2000 3000 കൊടുത്ത് മേടിക്കുന്ന കാര്യമില്ല. ഈ ഒരു റേറ്റിൻ്റെ ആയാലും പക്കയാണ്. നോക്കി നോക്കട്ടാ. ഇനിയിപ്പോൾ നമുക്ക് സത്യം പറഞ്ഞു എല്ലാ ഒരു പരിപാടിക്ക് പോകുമ്പോഴും ഇടാൻ പറ്റിയൊരു ഇത് കേട്ടോ. ഞാൻ ഈ സാരി അടുപ്പിച്ചത് വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ ഇപ്പൊ കുറ്റബോധത്തിൽ കൊടുത്താൽ മതിയായിരുന്നു. ഞങ്ങളുടെ ലൈഫിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം സെറ്റായി വരുന്നുണ്ട്. ഉറപ്പൊന്നും ആയിട്ട് അപ്പൊ കറക്കണത്തിന് മുന്നേ വേണമെന്ന് ആഗ്രഹങ്ങളുണ്ട്. ഒന്നും ആയിട്ടില്ല, എടുത്താലും ഒന്നും ആയിട്ടില്ല. അപ്പൊ ഞങ്ങളിങ്ങനെ ചോദിച്ചു മുണ്ടി ഒക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ആവുമ്പോഴൊക്കെ നിങ്ങളെല്ലാം അറിയിക്കാം കേട്ടോ. അപ്പൊ അന്നത്തെ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് ഉടുക്കാൻ വെച്ച സാരി ആയിരുന്നു. അപ്പം ഇന്ന് ചോദിച്ചു മാമോദിസ നടപ്പിച്ചു. മാമോദിസയ്ക്ക് അപ്പം ഇതായിരിക്കും നല്ലത്. മാമോദിസ ആരുടെയാണെന്നൊരു പഠിത്തമില്ല അല്ലേ. നമ്മുടെ ഷോപ്പിൻ്റെ താഴെ ഇങ്ങനെ കല്യാണക്കൂറി അടിക്കുക, അതുപോലെ ഇങ്ങനെ കാർഡുകൾ, നോട്ടീസ്, അങ്ങനെ ഇതിൻ്റെ ഒരു ഷോപ്പുണ്ട് കേട്ടോ. അവിടുത്തെ കുട്ടിയുടെ നിരഞ്ജൻ അല്ല നിരഞ്ജൻ എന്നാണ്. അപ്പോൾ മുപ്പര കുട്ടിയുടെ മാമോദിസയായിരുന്നു. അപ്പോൾ കുഞ്ഞു വാവേനെയും കണ്ട് സത്യം പറഞ്ഞല്ലോ നമുക്ക് ഇങ്ങനത്തെ ഒക്കെ പരിപാടിക്കുമ്പോൾ ഏറ്റവും ടെൻഷൻ വരും. അവരെ എടുക്കാൻ പറ്റുന്നില്ലല്ലോ. എനിക്ക് കുട്ടികളെ കണ്ടു കഴിഞ്ഞു പൊന്നു. അതോ പ്രസവിച്ച കുട്ടികളെ ഇങ്ങനെ എടുക്കാൻ കൊത്തി അവരത് പെൺകുട്ടി. എന്റെ വീക്കെൻഡ്സ് ആണ് പെൺകുട്ടി. സത്യം പെൺകുട്ടികളെ കണ്ട വേറൊരു ഫീലാ, വേറൊരു അനുഗ്രഹിക്കും പുരുഷൻ അനുഗ്രഹിച്ചിട്ടുണ്ട്. ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്. എല്ലാം കൊണ്ട് അനുഗ്രഹം. നിങ്ങൾ അനുഗ്രഹിക്കേണ്ട ദൈവം പിന്നെ ആരെന്നെ അനുഗ്രഹിക്കുക? ദൈവത്തിന് നോട്ടപ്പുള്ളി നിങ്ങൾ. അങ്ങനെ അപ്പൊ ഈ സാരി വേണ്ടവര് ഇതിന്റെ താഴെ നമ്മുടെ നമ്പർ പോണുണ്ട്. ഇതിന്റെ മെറ്റീരിയലൊക്കെ നോക്കോട്ടോ. നല്ല രസം കേട്ടോ. അപ്പോൾ അങ്ങനെ അപ്പോൾ ഇത് ഈ സാരി എനിക്ക് ഭയങ്കര ഒന്ന് കമൻറ്റ് ചെയ്തു കേട്ടോ. അതൊരു കമൻറ്റ് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം, അത്രേ ഉള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ഓഫ് വൈറ്റും ഈ ഒരു സാരി ഭയങ്കര ഇഷ്ടമായിച്ചാൽ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഈ ഒരു സാരി ഓർഡർ ചെയ്യണമെങ്കിൽ ഇതിന് താഴെ നമ്മുടെ വാട്സപ്പ് നമ്പർ ഉണ്ട്. ജസ്റ്റ് വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അങ്ങനെ ഞങ്ങളുടെ മാമോദിസ
അടിപൊളിയായിരുന്നു. ഫുഡ് അടിപൊളിയായിരുന്നു. കുറേ ദിവസങ്ങളില്ലേ നമ്മൾ ഈ തിരക്കിട്ട ജീവിതത്തിൽ കുറേ ദിവസമായി കല്യാണങ്ങൾക്കോ ഫംഗ്ഷനോ ഒന്നിനും ഞങ്ങൾ പോകാറില്ല. അപ്പോൾ ഇപ്പോൾ ഇതൊരു കുഞ്ഞു വാവയുടെ മാമോദിസയ്ക്കായിരുന്നു. നല്ല ഹാപ്പിയായി ഞങ്ങളെല്ലാവരും പോയി. നല്ല ഫുഡായിരുന്നു. നല്ല മീൻകറിയൊക്കെ കൂട്ടി ചോറൊക്കെ ഉണ്ട്. അത് എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ഫംഗ്ഷനൊക്കെ ഈ ബിരിയാണി, ഫ്രൈഡ് റൈസ് അങ്ങനത്തേക്കാൾ നല്ലതാട്ടോ ഈ ഒരു ചോറ്. നല്ല കാളൻ കുറുക്കിയത്, ഉപ്പേരി, ചെമ്മീൻ ചമ്മന്തി, ചിക്കൻ, ബീഫ് റോസ്റ്റ്. മതി പപ്പടം. എന്തിനാ അധികം? ഇതന്നെ മതി. അടിപൊളി ഫുഡായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബായ്.